ഓം ശാന്തി. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും ടിപ്സ് തരുമോ എന്ന് കുറേ സമയമായിട്ട് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മുന്നും പല വീഡിയോസ് എങ്ങനെയാണ് മെമ്മറി കൂട്ടേണ്ടത്, ഏകാഗ്രത കൂട്ടേണ്ടത്, പഠിക്കുന്ന കാര്യങ്ങൾ നല്ല മാർക്ക് വാങ്ങാൻ എന്ത് അഫർമേഷൻ ചെയ്യണം, ഇതൊക്കെ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ആ വീഡിയോസ് നിങ്ങൾ കാണണം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂട്ടാൻ, ലോങ് ടൈം ഇരുന്ന് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തതുകൊണ്ട് അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി 4 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അന്നന്നത്തെ പാഠം പഠിക്കുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും പല കുട്ടികളും ഇന്ന് ക്ലാസ് കഴിഞ്ഞു, ഇന്ന് പഠിക്കാൻ ആ ചാപ്റ്റർ ഇല്ല എങ്കിൽ അതിനെ വേറൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെക്കും. നെക്സ്റ്റ് ആ ക്ലാസ് എന്നാ ഉണ്ടാവണമെങ്കിൽ അപ്പോൾ പഠിക്കാമെന്ന്. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് 100 ഇരട്ടി കഷ്ടപ്പാടാക്കി നിങ്ങൾ മാറ്റുകയാണ് ചെയ്യാം. എൻ്റെ അനുഭവം, എൻ്റെ കുട്ടിക്കാലത്ത് അന്നെടുത്തായിട്ടുള്ള ലെസൺ, ഈവൻ അതിനെ ഫുള്ളായിട്ട് പഠിച്ച് കഴിക്കാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിൽ പോലും അന്നത്തെ പാഠത്തിന് ഒരു പരിധി വരെ എടുത്ത ലെസൺസ് മുഴുവൻ അന്ന് കവർ ചെയ്തിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളായിരുന്നു. ചിലപ്പോൾ രാത്രി ഉറക്കം വരുന്ന സമയത്ത് ഇരുന്ന് പഠിക്കുമ്പോൾ വല്ലാണ്ട് കഷ്ടപ്പാട് തോന്നിയാൽ നടന്ന് പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നടന്ന് പഠിക്കുമ്പോൾ പല കാര്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഉറങ്ങിപ്പോയിട്ട്. എന്നിരുന്നാലും ഒരു പ്രാവശ്യമെങ്കിലും അന്നെടുത്തായിട്ടുള്ള ലെസൺസ് പഠിച്ച് കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമാക്കി ഞാൻ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അതിൻ്റെ ആ ചാപ്റ്റർ വീണ്ടും ആ വിഷയമുള്ള ദിവസം പഠിക്കാൻ എടുക്കുമ്പോൾ ഒരിക്കലും അപരിചിതത്വം നമുക്ക് തോന്നില്ല. പലപ്പോഴും ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേസമയം വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്തൊന്നും നമ്മുടെ മനസ്സിൽ സ്വയം ഉറപ്പിച്ചില്ല എങ്കിൽ യാതൊരു സംശയവും 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, ടീച്ചർ പറയുന്നത് ഓർമ്മ വരും, പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനെ വീണ്ടും റീകളക്ട് ചെയ്യാൻ കഷ്ടമായി തോന്നിപ്പോകും. അതുകൊണ്ട് അന്നത്തെ കാര്യത്തിന് അന്നന്ന് തീർക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കൊച്ചു കഥ, എല്ലാവരും കേട്ട കഥയായിരിക്കും. ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ 4 മക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരെടുത്ത് ഓരോരുത്തർക്ക് ഓരോ വടി കൊടുത്ത് ഒടിക്കാൻ പറഞ്ഞു അത്രേ. എല്ലാവരും ഈസി ആയിട്ട് ഒടിച്ചു. ആ 4 വടിയും കൂട്ടിക്കെട്ടിയിട്ട് ആൾ പറഞ്ഞത് ഒടിക്കാൻ, അവർക്ക് ഒടിക്കാൻ പറ്റിയില്ല. കാരണം 4ഉം കൂട്ടിക്കെട്ടുമ്പോൾ അത് ഭയങ്കര ശക്തമായിട്ട് മാറും, അഥവാ അത് ഹെവി ആയിട്ട് മാറും. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 4 ദിവസത്തെ ചാപ്റ്റേഴ്സ് ഒന്നിച്ച് പഠിക്കണം നോക്കി കഴിയുമ്പോഴേക്കും അത് ഹെവി ആയിട്ട് മാറും. അതുകൊണ്ട് പഠിക്കേണ്ട ലെസൺസ് ഇന്നെടുത്ത പാഠത്തിന് അന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞ് പൂർത്തിയാക്കി, കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, പഠിച്ച് പൂർത്തിയാക്കാൻ നോക്കൂ. അതല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റാലും കുഴപ്പമില്ല, തലേദിവസം എടുത്ത ലെസൺസിനെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഇവിടെ റെഗുലർ വരണം. നിങ്ങൾ അന്നത്തെ ലെസൺ അന്നന്ന് പഠിക്കുക എന്നുള്ള സ്വഭാവം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. കൂട്ടിവെച്ച് അവസാനം പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ എക്സ്ട്രാ സപ്പോർട്ടിംഗ് ആണെന്ന് പറയും. എനിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന പല ടീച്ചേഴ്സും പറയും സ്കൂൾ വരുന്ന സമയമായി, സ്കൂളിൻ്റെ ക്ലോസിങ് പരീക്ഷാ സമയമായി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്തെടുത്ത് അത് പഠിച്ചു വന്നാൽ പോലും ഒരു പരീക്ഷയ്ക്ക് പാസ്സാക്കിക്കാൻ ടീച്ചേഴ്സിന് അങ്ങനെയും പറ്റും. പക്ഷേ നിങ്ങളെ ലൈഫിൽ പാസ്സാക്കിക്കാൻ അത് പോരാതെ വരും. പഠിക്കുന്ന ജ്ഞാനം ഹൃദിസ്ഥമാക്കണമെങ്കിൽ, സ്വന്തമാക്കണമെങ്കിൽ സ്വന്തം പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പഠനം തന്നെയാണ്. അതുകൊണ്ട് അന്നത്തെ പാഠത്തിന് അന്നന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും സഹായമായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, ബുക്കിലെ ജ്ഞാനവും മറ്റുള്ളവരുടെ കയ്യിലെ ധനവും ഒരുപോലെയാണ് എന്ന് ചാണക്യൻ്റെതിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അർത്ഥം, ഒരു തിയറി നിങ്ങൾ പഠിച്ചിട്ട് ആ കാര്യത്തിനെ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല എങ്കിൽ ആ ജ്ഞാനവും വേറൊരാളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റാത്തതുപോലെ ഈ ജ്ഞാനത്തെയും സമയം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലായിരിക്കുന്ന നോളജ്, നമുക്ക് ഡിഗ്രികൾ നേടാം, കാര്യങ്ങൾ നേടാൻ വേണ്ടാന്ന് ഞാൻ പറയുന്നേയില്ല. കാരണം നമുക്കറിയാം ഡിഗ്രീസ് ഈ ലോകത്ത് നമുക്ക് മുന്നോട്ടുള്ള യാത്ര എത്ര സഹായിക്കുമെന്ന്. പക്ഷെ നമ്മൾ ഡിഗ്രി നേടാൻ പോകുന്നത് ഒരു ഡിഗ്രിക്ക് വേണ്ടി ഡിഗ്രി നേടാതെ നിങ്ങൾക്ക് രുചിയുള്ളതായിരിക്കുന്ന വിഷയം തിരഞ്ഞെടുക്കുകയും അതിൽ പഠിക്കാൻ നോക്കുകയും അതിനെ എത്രമാത്രം പഠിക്കുന്ന സമയത്ത് തന്നെ ആ പ്രാക്ടിക്കൽ നോളജ് എന്താണോ അതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചവരാണ് എലോൺ മസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ സമ്പന്നന്മാരുടെ വലിയ വലിയ വിജയികളുടെ ലിസ്റ്റിലെത്തി നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്.
പക്ഷെ അവരുടെ ജ്ഞാനത്തെ അവർ ഡ്രോപ്പ് ഔട്ട് ആക്കിയില്ല, കോളേജിനെ ഡ്രോപ്പ് ഔട്ട് ആക്കിയുള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ട ഫീൽഡിൽ ആ ജ്ഞാനത്തെ നേടിയെടുത്ത് അതിൽ അഗ്രഗണ്യന്മാരായി മാറിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ സമാദരണീയരായിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് അവർ ഉയർന്നു പോയി. അതുകൊണ്ട് അത്തരത്തിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ നോളജാണ് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഈ പാഷൻ പ്രൊഫഷനാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്കിതിൽ മുന്നേറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഘടകം, അതിനെ നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. ആ പ്രാക്ടിക്കൽ നോളജ് അതിലും ഉണ്ടായിരിക്കും. ഇന്ന് ഡിഗ്രി ഇല്ലാത്ത ഒരു വിഷയവും ഇല്ല. അതുകൊണ്ട് ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിൽ ഡിഗ്രി നേടാൻ വേണ്ടി, അതിൽ ക്വാളിഫൈഡ് ആവാൻ വേണ്ടി നോക്കണം. ആ ലെവലിൽ മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥി ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നവർക്കാണ് വളരെ നല്ല ഒരു ഭാവിയെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിലും നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു കോളേജ് ലൈഫിൽ പ്രണയ ജീവിതം. ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടി അവിടെ നിന്നിട്ട് നടക്കുക. ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരി ഇല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ആസ്വാദനം, ഇതല്ലേ ജീവിതം ആസ്വദിക്കാനുള്ള സമയം എന്നൊക്കെ ഒരു ചിന്താധാര ഇന്നത്തെ ലോകത്തെ കുട്ടികളുള്ളിൽ വന്നു കഴിഞ്ഞിരിക്കണം. ഞാൻ ആരോടൊന്നും വേണ്ടാന്നൊന്നും പറയാം, നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, ആരാണോ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോയി അവരെ കൂടെ കറങ്ങാൻ വേണ്ടി, അവരെ കൂടെ സിനിമ കാണാൻ വേണ്ടി, അവരുടെ കളിക്കാൻ വേണ്ടി, ഇങ്ങനെ തൻ്റെ ലൈഫിൽ ഏത് സമയത്ത് ഏത് കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നത് മറന്നുകൊണ്ട് തൻ്റെ പ്രായത്തിൻ്റെ അഥവാ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അടിമയായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ ജീവിതത്തിൽ എവിടെ എത്താറില്ല. അത് യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ തൻ്റെ ലൈഫിൽ ത്യാഗവും ബലിദാനവും സമർപ്പണവും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ പഠിപ്പിനോടായിരിക്കണം. ആ സമയത്ത് നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ലൈഫിനോടായിരിക്കണം, നിങ്ങളോടായിരിക്കണം. അങ്ങനെ അവനവനെ പ്രണയിച്ച്, അവനവനെ സ്നേഹിച്ച്, അവനവനെ പഠിച്ച് അവനവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ജീവിതത്തിൽ അധികം വൈകാതെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യും. ഇത് ചാണക്യൻ്റെ ഇതിൽ ചന്ദ്രഗുപ്തൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പറയുന്നുണ്ട്. ചന്ദ്രഗുപ്തൻ രാജ്യത്ത് രാജാവാവും മുന്നേ തന്നെ ദുർധര എന്തായിട്ടൊരു പെൺകുട്ടിയായിട്ട് അടുപ്പം വന്ന് പ്രണയം വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ന് നീ ദുർധരയെ ഉപേക്ഷിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും ഒരു ചക്രവർത്തിയാവാൻ പറ്റില്ല, അതുകൊണ്ട് ഉപേക്ഷിച്ചേ പറ്റൂ എന്ന്. ആ ത്യാഗത്തിന് ശേഷം എപ്പോൾ ചക്രവർത്തിയായോ അപ്പോൾ ആദ്യം ചാണക്യൻ ചെയ്ത പണി ദുർധരയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തി കൊടുക്കലാണ്. ജീവിതത്തിൽ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ വഴിക്ക് പോവും, വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ജീവിതം എവിടെയെങ്കിലും നിങ്ങൾക്ക് എത്തണമെങ്കിൽ ആദ്യം സ്വന്തം കാലുമ നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട്, ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയില്ല, അതുകൊണ്ട് ഭാര്യയുടെ ചിലവിന് ജീവിക്കുന്നതുകൊണ്ട് ഭർത്താവ് വിലയില്ലാത്തവനാകുന്നു. ഒരു പൈസ പോലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഇൻകം ഇല്ല, അതുകൊണ്ട് ഹസ്ബൻഡ് എല്ലാം നോക്കുന്നതുകൊണ്ട് എനിക്ക് അനങ്ങാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ശക്തമായ വ്യക്തിത്വ വികസനത്തിൻ്റെ സമയമാണത്. ആ വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കാണ് ഇത്തരത്തിൽ ഇമോഷണലി നമ്മളെ കുരുക്കുന്നതായിരിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് ആ സമയത്ത് അതിൻ്റെയൊക്കെ ത്യാഗവും ബലിദാനവും ചെയ്തുകൊണ്ട് പഠിക്കുക. ജീവിതം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ മുന്നേറുമ്പോൾ ലൈഫിൽ തീർച്ചയായിട്ടും ഹൈറ്റ്സിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമർപ്പണം അത്യാവശ്യമാണ്. രണ്ടാമത്തെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നൊരു യുദ്ധക്കളം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഓരോ ഫീൽഡിലും പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അതിൽ മാറ്റങ്ങൾ കൊണ്ട് എവിടെ എത്തുന്നു പോലും പറയാൻ പറ്റാത്തൊരു ലോകത്താണ് മൂവ് ചെയ്യുന്നത് നമ്മൾ. അതുകൊണ്ട് ഒരു യുദ്ധത്തിൽ എപ്പോഴും അപ്ഡേറ്റ് ആവുന്ന ആളുകൾ, ആയുധങ്ങളുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ആവാതെ വാളും സാധനങ്ങളും തന്നെ ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ ഭാരതം ഒരു കാലഘട്ടത്തിൽ അടിമത്തത്തിലേക്ക് പോയ പോലെ ജീവിതത്തിൽ അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കുട്ടികളും അവരെന്നും യുദ്ധക്കളത്തിൽ തോറ്റുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏത് ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ അവിടുത്തെ ജ്ഞാനത്തിൽ അപ്ഡേറ്റ് ആവണം, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ മൂല്യത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു ഫൗണ്ടേഷനും ജ്ഞാനത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളും ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ വിജയികളാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥി ജീവിതം പറയാറുണ്ട്, ദ സ്റ്റുഡൻറ് ലൈഫ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ലൈഫ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. വിദ്യാർത്ഥി ജീവിതമാണ്, അച്ഛനും അമ്മയും, അമ്മ എന്തായാലും ചോറുപതി തരും, അച്ഛൻ എന്തായാലും ബസ് ചാർജ് തരും, കോളേജിൽ പോയിട്ട് ചിരിച്ചും കളിച്ച് ആസ്വദിച്ച് ജീവിക്കാം. മാക്സിമം 5 വർഷം ആവറേജ് മാർക്കും വാങ്ങിച്ച് ജീവിച്ചോളൂ, ബാക്കി സമയം കഷ്ടപ്പെട്ടോളൂ. അല്ലെങ്കിൽ ആ സമയത്ത് പഠിക്കാനും വളരാനും വേണ്ടി യുവത്വത്തെ ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും നേടി ആസ്വദിക്കുന്നവരായിട്ട് മാറുന്നതും കാണാം നമുക്ക്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നമ്മൾ
അലസതയ്ക്ക് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഹാർഡ് വർക്കിലൂടെ സമയത്തെന്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം സ്ട്രെസ്സില്ലാത്ത, ടെൻഷനില്ലാത്ത, സന്തോഷം നിറഞ്ഞ നല്ല ജീവിതത്തിൽ എന്തും വേണോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ജിസ്കെ മാഥേ മാമല ഉസ്കാ മാഥ ഖരാബ് എന്ന് ഹിന്ദിയിൽ ഒരു ചൊല്ല് പറയും. ലൈഫ് ആരംഭിച്ച ശേഷം പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിപ്പിക്കലാണ് സമയം റിസ്കി ആയിട്ട് മാറും. അതേസമയം മനസ്സ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പഠിക്കുമ്പോൾ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഫ്രീ മൈൻഡാണ്. അതുകൊണ്ട് ഫ്രീ മൈൻഡായിരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലെ വിദ്യയ്ക്കുള്ളതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് മൂല്യത്തോടെ മുന്നേറിക്കൊണ്ട് വിജയികളാവാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും അഥവാ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.